സ്വാതന്ത്ര്യസമരത്തിൽ രക്തസാക്ഷിത്വം വരിച്ചവരുടെ സ്വപ്നങ്ങളിലെ ഇന്ത്യ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ദാരിദ്ര്യമില്ലാത്ത, ജാതി വിവേചനമില്ലാത്ത, മതവിദ്വേഷമില്ലാത്ത ഇന്ത്യ യാഥാർത്ഥ്യമാക്കാൻ കഴിയണം. ജാതി പറഞ്ഞ്, മതം പറഞ്ഞ് ഇന്ത്യ എന്ന വികാരത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെട്ടു വരികയാണെന്നും മുഖ്യമന്ത്രി തന്റെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. നമ്മുടെ രാജ്യം ജനാധിപത്യം നിലനിർത്തി നമ്മുടെ അയൽ രാജ്യങ്ങൾ പലതും ഇടയ്ക്കിടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ട് പട്ടാള ഭരണത്തിലേക്ക് വഴുതി വീഴുന്നത് നാം കണ്ടു. ജനാധിപത്യത്തെ കൈയൊഴിഞ്ഞ് മതാധിപത്യ ഭരണത്തിന് വേണ്ടിയുള്ള മുറവിളികൾ ചിലയിടങ്ങളിലെങ്കിലും ശക്തമാവുന്നതും നമ്മൾ കണ്ടു. സാമ്രാജ്യത്വത്തിൻ്റെ പാപഭരണങ്ങളായി ജനാധിപത്യ സർക്കാരുകൾ പകരം വെക്കപ്പെടുന്നതും നമ്മൾ കണ്ടു. ഇന്ത്യ എന്ന വികാരത്തെ ഛിദ്രമാക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തി വരുന്നു. ഇതിനെയെല്ലാം വേർതിരിവുകൾക്കും അതീതമായി ഒറ്റ മനസ്സായി ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയണം. സംസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി. വിവിധ സായുധ സേനാ വിഭാഗങ്ങളുടെയും മറ്റു വിഭാഗങ്ങളുടെയും പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു. മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായുണ്ട്. അമൽ, സംസ്ഥാനമെങ്ങും വിപുലമായ ആഘോഷ പരിപാടികളാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിലെ ചടങ്ങുകൾ ഏത് തരത്തിലായിരുന്നു? മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട മറ്റ് പരാമർശങ്ങൾ എന്തെല്ലാമായിരുന്നു? രതീഷ, 9 മണിയോടെ തിരുവനന്തപുരത്തെ ആഘോഷങ്ങൾ തുടങ്ങി. സംസ്ഥാനതല ഉദ്ഘാടനവും തിരുവനന്തപുരത്തായിരുന്നു. മുഖ്യമന്ത്രി പതാക ഉയർത്തി. അതിനുശേഷം സ്വാതന്ത്ര്യദിന സന്ദേശവും മുഖ്യമന്ത്രി നൽകി. പരേഡിന് അഭിവാദ്യം സ്വീകരിച്ചു. ഇപ്പോൾ മറ്റ് പരിപാടികൾ നടക്കുകയാണ്. ഇതിനോടനുബന്ധിച്ചുള്ള പരിപാടികൾ നടക്കുകയാണ്. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ദേശഭക്തി ഗാനങ്ങൾ ഇപ്പോൾ അവർ ആലപിച്ചുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി കൃത്യമായി തന്നെ ഭരണഘടന സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകതയെ പറ്റിയാണ് സ്വാതന്ത്ര്യ സന്ദേശത്തിൽ സംസാരിച്ചു തുടങ്ങിയത്. സ്വാതന്ത്ര്യ സമര സേനാനികൾ മുന്നോട്ട് വെച്ച ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം ഇല്ല എന്ന് തന്നെയാണ്. അത് നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ജാതി പറഞ്ഞും മതം പറഞ്ഞുമുള്ള വിവേചനത്തിനുള്ള നീക്കം നടക്കുന്നുണ്ട്. അതിന് തടയിടാൻ ഏവരും ഒന്നിച്ചു നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതോടൊപ്പം തന്നെ ഭരണഘടന അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിക്കാൻ പാടില്ല. അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ല. ഭരണഘടനയുടെ മൂല്യങ്ങൾ നടപ്പാക്കപ്പെടേണ്ടതാണ്, സംരക്ഷിക്കപ്പെടാനുള്ളതാണ്. അല്ലാതെ ആ വിഷയം പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യാനുള്ളതല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്തായാലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വിവിധ ജില്ലകളിലും സമാനമായി തന്നെയുള്ള പരിപാടികൾ നടക്കുന്നു. മഴയുടെ ഒരു ആശങ്ക രാവിലെ ഉണ്ടായിരുന്നുവെങ്കിൽ തെളിഞ്ഞ അന്തരീക്ഷത്തിൽ തന്നെ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയങ്ങൾക്ക് മുൻപ് ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി മുഖ്യമന്ത്രി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും മടങ്ങുകയും ചെയ്തു. രതീഷ്, തലസ്ഥാനത്തും വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളാണ് കേരളത്തിലും നടക്കുന്നത്. വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിലും ഔദ്യോഗികമായ പരിപാടികളുണ്ട്. അതേസമയം തന്നെ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ, ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ, രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ, സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലെല്ലാം നമ്മുടെ നാട്ടിലെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ തുടരുകയാണ്.